റഫേൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നു. തെക്കൻ ഗാസയിലെ റഫേൽ രാത്രികാല ബോംബിടൽ ഇസ്രയേൽ ശക്തമാക്കി. കനത്ത ബോംബാക്രമണങ്ങളിൽ നഗരമധ്യത്തിലെ അൽ ഫാറൂഖ് മസ്ജിദും 7 വീടുകളും തകർന്നടിഞ്ഞു. 24 മണിക്കൂറിടെ 97 പേർ കൊല്ലപ്പെട്ടു. 130 പേർക്ക് പരിക്കേറ്റു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ 29,410 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 69,465 പേർക്ക് പരിക്കേറ്റു. 10 ലക്ഷത്തിലേറെ പലസ്തീൻകാർ അഭയാർത്ഥി കൂടാരങ്ങളിൽ കഴിയുന്ന തെക്കൻ ഗാസയിൽ ആക്രമണം തുടർന്നാൽ കൂടുതൽ അഭയാർത്ഥികളുടെ ജീവൻ നഷ്ടമാകും. ഗാസ മുനമ്പിലെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനിസ് നഗരത്തിൽ തുടർച്ചയായ ബോംബാക്രമണത്തിനും ഉപരോധത്തിനും കൊടുങ്കാറ്റിനും വിധേയമായ തകർന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി മൃതദേഹങ്ങളും പരിക്കേറ്റവരുമുണ്ടെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ചർച്ചകൾക്കായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിലെത്തി. 2 ആഴ്ച മുൻപ് വെടിനിർത്തൽ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് അടുത്ത നീക്കം. ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ പട്ടിണി രൂക്ഷമായിരിക്കുകയാണ്. വടക്കൻ ഗാസയിലടക്കം വലിയ പ്രതിസന്ധികളാണ് ആളുകൾ നേരിടുന്നത്. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിക്ക് US അടക്കം 16 പാശ്ചാത്യ രാജ്യങ്ങൾ സഹായം നിർത്തിയതിനാൽ ഈ മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ഏജൻസിയുടെ ലെബനൻ ഓഫീസ് മേധാവി ഡൊറോത്തി ക്ലോസ് പറഞ്ഞു. പലസ്തീനിൽ 13,000 ജീവനക്കാരുള്ള ഏജൻസിയുടെ 12 പേർക്ക് ഹമാസ് ബന്ധമുണ്ടെന്ന ഇസ്രയേൽ ആരോപണത്തെ തുടർന്നാണ് ധനസഹായം നിർത്തിയത്. UN അന്വേഷണം നടത്തിയെങ്കിലും ഇസ്രയേൽ ഇതേവരെ തെളിവുകൾ ഹാജരാക്കിയിട്ടുമില്ല. ഗാസയിൽ 12 അഭയാർത്ഥി ക്യാമ്പുകളാണ് UNRWA നടത്തുന്നത്. അതേസമയം ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട UN രക്ഷാസമിതിയിൽ അൾജീരിയ അവതരിപ്പിച്ച പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്തതിൽ ലോകരാജ്യങ്ങളിൽ പ്രതിഷേധം ശക്തം. 15 അംഗങ്ങളിൽ 13 പേരും പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു. വോട്ടെടുപ്പിൽ നിന്ന് UK വിട്ടുനിന്നു. ഉപാധിയില്ലാതെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ഹമാസിന് ഗുണം ചെയ്യുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. അമേരിക്കയുടെ നടപടി അതീവ ദുഃഖകരമാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വോട്ടെടുപ്പ് ഫലത്തിൽ UAE കടുത്ത നിരാശ പ്രകടിപ്പിച്ചു. അമേരിക്കയുടെ നടപടി അപകടകരമാണെന്ന് UNലെ പലസ്തീൻ പ്രതിനിധി റിയാദ് മൻസൂർ പറഞ്ഞു. ചൈന, ഖത്തർ, ഫ്രാൻസ്, നോർവേ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളും നടപടിക്കെതിരെ രംഗത്ത് വന്നു. സാധാരണക്കാരെ സംരക്ഷിക്കാനുള്ള അവസരം വന്നിട്ടും എതിർപക്ഷത്താണ് അമേരിക്ക നിലയുറപ്പിച്ചത് എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അഭിപ്രായപ്പെട്ടു. അതിനിടെ ഗാസ മുനമ്പിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്ത നടപടി അപലപിച്ച് ഹമാസ്. അൾജീരിയയാണ് ചൊവ്വാഴ്ച വെടിനിർത്തൽ പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. ഗാസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ നിർത്തണമെന്ന ആവശ്യത്തെ തള്ളിക്കളഞ്ഞ അമേരിക്കൻ നടപടിയെ ശക്തമായി അപലപിക്കുന്നതായി ഹമാസ് പ്രതികരിച്ചു. പ്രമേയം US തുടർച്ചയായി പരാജയപ്പെടുത്തുന്നത് പലസ്തീൻ ജനതയെ കൊല്ലാനും കുടിയിറക്കാനുമുള്ള ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ നാസി അജണ്ട നടപ്പാക്കുന്നതിനാണെന്ന് ഹമാസ് പറഞ്ഞു. ഗാസയ്ക്കെതിരെ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്തം US പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഏറ്റെടുക്കണമെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ നിലപാടാണ് അധിനിവേശത്തിനുള്ള പച്ചക്കൊടിയായി തുടരുന്നത്. നിരായുധരായ പലസ്തീൻ ജനതയെ ബോംബാക്രമണത്തിലൂടെയും പട്ടിണിക്കിട്ടും ഇസ്രയേൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്കാണ് ഗാസയിലെ കുട്ടികൾക്കും നിരായുധരായ സാധാരണക്കാർക്കുമെതിരെ തുടർന്ന ആക്രമണത്തിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തമെന്നും ഇസ്രയേലിനെ യുദ്ധത്തിൽ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതിനായി 10,000 ടൺ ആയുധങ്ങളാണ് അമേരിക്ക വിതരണം ചെയ്യുന്നത് എന്നും ഹമാസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.